ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. വിശ്വബ്രഹ്മ സമൂഹത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. വിഷയങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം വാസ്തുവിദ്യയുടെ മർമ്മം എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവികരാൽ എത്രയോ തവണ ആഗമ നിഗമ ശാസ്ത്രങ്ങളെ കൊണ്ടും എത്രയോ ചൈവന ക്രമങ്ങൾ കൊണ്ടും അവർ സ്വരൂപിച്ചെടുത്ത അറിവാണ് നമ്മുടെ വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ വാസ്തു സനാതന ധർമ്മം എന്നുള്ളത്. ആ ധർമ്മത്തിൻ്റെ മർമ്മം ഏതാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത്, നമ്മളൊരു വാസ്തു ആചാര്യനാകുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും നമ്മൾ ഉപയോഗിച്ചിരുന്ന വ്യവസ്ഥകളായിരിക്കില്ല കാലഘട്ടം മാറുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം ഉപയോഗിക്കണമെന്ന് നോക്കാം. 1. ഗൃഹസങ്കല്പങ്ങൾ, 2. വേദാന്തം, 3. ആധ്യാത്മികത, 4. ഗണിതം, 5. സാങ്കേതികത. ഈ 5 കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വാസ്തുവിൻ്റെ മർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ 5 കാര്യങ്ങൾ ചേർന്നാൽ വാസ്തുവിൻ്റെ 5 മർമ്മങ്ങളായി എന്നുള്ളതാണ്. അതായത്, എന്താണ് ഗൃഹസങ്കല്പങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഗൃഹം പഞ്ചഭൂത തത്വങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന കാന്തിക ദിശയ്ക്കും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ മർമ്മം എന്ന് പറയുന്നത്. ഗൃഹസങ്കല്പങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയല്ല. എന്തായിരിക്കണം? പഞ്ചഭൂതങ്ങളുടെ ക്രമീകരണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന കാന്തിക ദിശയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തത് വേദാന്തമാണ്. വേദാന്തം നിങ്ങളെല്ലായ്പ്പോഴും കേട്ടിട്ടുണ്ടാവും. വേദാന്തം എന്താണ് വേദാന്തം എന്ന് പറഞ്ഞാൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് വേദാന്തം എന്ന് പറയുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് അവർ സഹവസിക്കേണ്ടത്, പ്രകൃതി എന്താണ് നമുക്ക് തരുന്നത്, നമ്മൾ എന്താണ് പ്രകൃതിക്ക് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ച് അതിൽ കുറേ നിയമങ്ങളൊക്കെ പറയുന്നത്. ആ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം നമ്മളുടെ ഈ ഒരു മർമ്മം പ്രവർത്തിപ്പിക്കേണ്ടത്. 3ാമത്തെ മർമ്മമാണ് ആധ്യാത്മികത. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മാണ്ടമാണ് നമ്മുടെ സങ്കല്പം. ബ്രഹ്മാണ്ടത്തിൻ്റെ പിണ്ടാണ്ടമാണ് നാം ഓരോരുത്തരും നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ നിർമ്മിതിയുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കണം മർമ്മാണ്ട ശക്തി ഇതിലേക്ക് എങ്ങനെ കൊണ്ടുപോകുക? അതായത് ബ്രഹ്മാണ്ട മർമ്മം, സെൻറ്ററിലുള്ള മർമ്മം, അതായത് വീടിൻ്റെ മധ്യം എന്നൊക്കെ പറയുന്ന മധ്യം എന്ന് പറയുന്ന ഭാഗം, അതാണ് മർമ്മം, പ്രധാന മർമ്മം. അതുകൊണ്ട് തന്നെയാണ് വാസ്തുവിദ്യയുടെ മർമ്മത്തിൽ 3ാമതായിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഈ ആധ്യാത്മികത ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 4ാമത്തത് ഗണിതം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഗൃഹവും ബ്രഹ്മാണ്ടത്തിൻ്റെ അളവും തമ്മിൽ, ബ്രഹ്മാണ്ടത്തിന് ഒരു അളവുണ്ട്, ഒരു അളവുകോലുണ്ട്. ആ അളവുകോലിനനുസരിച്ച് കൃത്യമായിട്ട് പാരമ്പര്യമായി നമ്മൾ ഉപയോഗിച്ച് വരുന്ന അളവ് സിദ്ധാന്ത പ്രകാരം, കൈക്കണക്ക് പട്ടിക പ്രകാരം, കൃത്യമായ അന്തരാള പ്രകാരം ഒക്കെ വേണം നമ്മുടെ ഈ വേദിക് ഗണിതം കൈകാര്യം ചെയ്യാൻ. അത് വേദിക് ഗണിതമാകുന്ന മർമ്മത്തിലാണ് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി 5ാമതായിട്ട് സാങ്കേതികത. എന്താണ് സാങ്കേതികത എന്ന് പറഞ്ഞാൽ? സാങ്കേതികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുന്ന വസ്തു, ആ വസ്തുവിനെ വാസ്തുവാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഉറപ്പ്, ആ സ്ഥലത്തിൻ്റെ ഉറപ്പ്, ആ സ്ഥലത്തിൻ്റെ ഭദ്രത, ആ സ്ഥലത്തിൽ ഗർത്തങ്ങളുണ്ടോ, ആ സ്ഥലത്ത് അരുവികളുണ്ടോ, ആ സ്ഥലത്ത് മറ്റ് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആ സ്ഥലത്ത് മറ്റ് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടോ, ആ സ്ഥലത്തിൻ്റെ ഉറപ്പെത്ര, ഈ സ്ഥലത്ത് എത്രത്തോളം ഉയരത്തിൽ നമുക്ക് കെട്ടിടം ഉണ്ടാക്കാൻ സാധിക്കും, ഈ സ്ഥലത്തേക്ക് കൃത്യമായ വഴി ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക വശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് 5ാമത്തെ മർമ്മം എന്ന് പറയുന്നത്. ഈ 5 മർമ്മങ്ങളും കൃത്യമായി നമുക്ക് സമ്മേളിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വാസ്തു അല്ലെങ്കിൽ ആ വാസ്തുവിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മിതി പൂർണ്ണകായവും
പൂർണ്ണ സമ്പൽ സമൃദ്ധി നൽകുന്നതുമായിരിക്കും. ഇതാണ് വാസ്തുവിലെ മർമ്മം. നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.